കഥകൾ ഉണ്ടാക്കാൻ വലിയ വലിയ എഴുത്തുകാരേക്കാൾ വശമുള്ളവരാ ഈ പട്ടിക്കാട്ടി കിടക്കുന്ന ആളുകള്. വന്ദനെ അവള് പോലും അറിയാതെ ചതിച്ച് താലി കെട്ടിയ ജഗൻ അവളെ കെട്ടാൻ വന്ന രാജീവ് മേനോനെ വണ്ടി കയറ്റി കൊന്നെന്നല്ലേ വിശ്വസിക്കൂ. നാട്ടുകാരുടെ വായടയ്ക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ കുഞ്ഞ് ജയിലില്ല. എനിക്ക് അവനെ ഒന്ന് കാണണം. ജിതേന്ദ്ര, കൊണ്ടുപോടാ എന്റെ മോനെ. അമ്മേ, വന്ദനയോടുള്ള സ്നേഹം മൂത്ത് സത്യപ്രസ്താവന നടത്തി അകത്ത് പോയതല്ലേ ജഗൻ. എന്നിട്ടിപ്പൊ മൂട്ടിലെ പൊടിയും തട്ടി അവളും പോയില്ലേ. വക്കീലിനൊക്കെ ഒരു പരിധിയില്ലേ. കോടതിക്ക് വേണ്ടതേ തെളിവുകളാ. എടോ വക്കീലെ, ഈ കേസിൽ ആദ്യം കുറ്റം സംബന്ധിച്ച് ആ വിനുവല്ലേ? ആ വിനുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജഗൻ കുറ്റമേറ്റെന്ന് നമുക്ക് വാദിച്ചാലോ? അത് ഉന്നയിക്കാൻ കുറുപ്പ് സാറേ. അത് വെറുമൊരു വാദം മാത്രമേ ആകുന്നുള്ളൂ. അത് മാത്രമല്ല, അവിടെയും ഈ പറയുന്ന വിനുവിനെതിരെ തെളിവുകളൊന്നുമില്ലല്ലോ. മാത്രമല്ല, വിനു ആ സമയത്ത് കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്നതിന്റെ തെളിവ് ആ ACP കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അപ്പൊ പെട്ടു. ജീവപര്യന്തം ഉറപ്പാ. ഒന്നല്ല, രണ്ടുപേരെയാ കൊന്നിരിക്കുന്നത്. അപ്പച്ചി പ്ലീസ്, എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. ഈ കേസിൽ റീ എൻക്വയറി നടത്തിയിട്ടാണെങ്കിലും എന്റെ മോനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കിയിരിക്കും. വക്കീലേ, വാ. എന്ത് വന്നിട്ടാണെങ്കിലും, ആരെ കൊന്നിട്ടാണെങ്കിലും, വേണ്ടി വന്ന അപ്പച്ചിയെ കൊന്നിട്ടാണെങ്കിലും എന്റെ അനിയനെ ഈ ജിതേന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിരിക്കും. അപ്പച്ചി മരിച്ചു പോകുന്നതാണെങ്കിലും സത്യം. അല്ലോ മകനെ രക്ഷിക്കാൻ കൊലപാതക രഹസ്യം മറച്ചു വെച്ച ഒരു അച്ഛൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ അതേ മകനൊരു ഭാര്യയുണ്ടെന്ന് എന്തുകൊണ്ട് ഓർത്തില്ല? അപകടം നടന്ന് വർഷങ്ങളായിട്ടും സൂക്ഷിച്ചു വെച്ച രഹസ്യം വൈകിയ വേളയിൽ എന്തിനാ വെളിപ്പെടുത്തിയ? ജഗന്മായൊരു ജീവിതം കൊതിച്ചു വിളഞ്ഞാൽ എന്തിനാ ഞങ്ങളെ തമ്മിൽ വേർപ്പെടുത്തിയ? ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ച് ശീലമുള്ള ആൾക്ക് ഇതൊന്നും ഒളിപ്പിച്ച പോരായിരുന്നോ? ആരും അറിയാതെ ജീവിത അവസാനം വരെ. മനഃപൂർവ്വമായിട്ട് എന്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരച്ഛനെന്ന നിലയിൽ, രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഒളിച്ചു വെച്ചത് തെറ്റാണെന്നും തോന്നിയിട്ടില്ല. കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനുള്ള മാനസികാവസ്ഥയിലുമല്ല. പിന്നെ വന്ദന വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതിവിടെ ആരും തടയില്ല. ആരും.
ജഗൻ ആരെയും കൊല്ലില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് മോളെ. എന്തോ ചതി നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ദേ, നീ അവനെ വെറുക്കല്ലേ. അല്ലെങ്കിലും കാർ ഓടിക്കുമ്പോ അപകടമൊക്കെ സ്വാഭാവികമല്ല വന്ദനെ. മനഃപൂർവ്വം കൊന്നതല്ലല്ലോ. ജഗനും രാജീവും തമ്മിൽ മുൻപരിചയമൊന്നുമില്ല. അവര് തമ്മിൽ പൂർവ്വ വൈരാഗ്യവും ഇല്ല. ആ സ്ഥിതിക്ക് കാര്യങ്ങളുടെ വാസ്തവസ്ഥിതി വെളിവാകും. അതുവരെയെങ്കിലും ക്ഷമിച്ചൂടെ വന്ദനെ? ഈ വീട് വിട്ട് പോകരുതെന്നാ ഞങ്ങളുടെ ആഗ്രഹം. താലി കിട്ടിയ പെണ്ണിന് വേണ്ടി വാടക വീട്ടിൽ കഴിയാൻ പോലും തയ്യാറായവനാ ജഗൻ. വർക്ക്ഷോപ്പിൽ മെക്കാനിക്കിന്റെ പണിക്ക് പോലും അവൻ പോയില്ലേ. നിനക്കും നിയമോൾക്കും വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വരെ മനസ്സുള്ളവനാ ജഗൻ. അവനെ നീ ഓർക്കണം മോളെ. വർഷയില്ലാതായ ദുഃഖത്തിൽ കഴിയുക മാധവേട്ടനും ചന്ദ്രികയും. മറ്റൊരു മകളായി നീ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ചെന്നാലോ? ആ ദുഃഖം കൂടി അവർക്ക് താങ്ങാനാകൂ?